മറയൂർ ശർക്കരയ്ക്കും ചന്ദനത്തിനും പേരുകേട്ട സ്ഥലം. വിലായത് ബുദ്ധ എന്ന ജയൻ നമ്പ്യാർ ചിത്രത്തിന്റെ ഭൂമിക മൂന്നാറിനടുത്തുള്ള ഈ മഴനിഴൽ പ്രദേശമാണ്. ടൈറ്റിൽ സോങ്ങിനപ്പുറം മറയൂർ മോഹനന്റേതാണ്, ഡബിൾ മോഹനന്റേത്. അത് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് പാതിമുക്കാൽ സിനിമയിൽ. എന്നാൽ ഒരു നടൻ അമിതഭാരമുള്ള തന്റെ കഥാപാത്രത്തെയും തോളിലേറ്റി ആ നിഴലിനപ്പുറത്തേക്ക് വളരുന്നത് വിലായത് ബുദ്ധയിൽ കാണാം. അത് മറ്റാരുമല്ല, ഷമി തിലകൻ. GR ഇന്ദുഗോപന്റെ വിലായത് ബുദ്ധ എന്ന നോവലാണ് അതേ പേരിൽ സിനിമയായത്. വിലായത് ബുദ്ധ എന്നാൽ ഏറ്റവും മുന്തിയ ഇനം A ക്ലാസ് ചന്ദനം എന്നാണ് സങ്കല്പം. മോഹനൻ എന്ന ചന്ദനമരക്കടത്തുകാരന്റെ ഭാഷയിൽ ചന്ദനമരങ്ങൾക്കിടയിലെ മമ്മൂട്ടി. അപ്പോൾ റേഞ്ച് പറയണ്ടല്ലോ. ഒരു പ്രത്യേക ദശാസന്ധിയിൽ കുടുങ്ങിയ T ഭാസ്കരൻ എന്ന മാഷും മോഹനനും പിന്നെ ഈ വിലായത്തും കണ്ടുമുട്ടുന്നിടത്താണ് നോവലിന് ചൂടുപിടിക്കുന്നത്. എന്നാൽ സിനിമയിലേക്ക് എത്തുമ്പോൾ ഈ കൂട്ടിമുട്ടലിന് നല്ലവണ്ണം കാത്തിരിക്കണം. പ്രേക്ഷകരെ ഇത്തരമൊരു കാത്തിരിപ്പിന് നിർബന്ധിതരാക്കുന്നു എന്നത് സിനിമയുടെ ആഖ്യാനത്തെ, ആസ്വാദനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. തൂവള്ള ഭാസ്കരൻ എന്ന ഷമ്മി തിലകൻ അവതരിപ്പിച്ച കഥാപാത്രമാണ് ഈ സിനിമയിൽ കാണിക്ക് ആശ്വാസമേകുന്ന ഏക കാഴ്ച. എന്ത് ചെയ്യലാണ് ആ നടൻ അഭിനയിക്കുന്നത് കാണാൻ. തൂവള്ള ഭാസ്കരൻ മറയൂരെ പഞ്ചായത്ത് പ്രസിഡന്റാണ്, മുൻ അധ്യാപകനാണ്. സംശുദ്ധമായ പ്രതിച്ഛായയാണ് അയാളുടെ കൈമുതൽ. ശുഭ്രനിറത്തിൽ തിളങ്ങി നിൽക്കുന്ന ഭാസ്കരൻ മാഷ് ജീവിതത്തിൽ ആദ്യമായി ഒരു കുറുക്കു വഴിയെടുക്കുന്നു. അത് അയാളുടെ ജീവിതത്തിൽ കറയാകുന്നു. മഞ്ഞ നിറത്തിൽ പരന്ന ആ കറ അയാളെ വിട്ടുമാറാത്ത നാറ്റമാകുന്നു. ഇങ്ങനെ ആളും പേരും പോയി നിൽക്കുന്ന ഭാസ്കരൻ മാഷായി അയാളുടെ ജീവിതത്തിലെ കയറ്റിറക്കങ്ങളിലൂടെ ഷമ്മി എന്ന നടൻ അനായാസം നടന്നു നീങ്ങി. വോയിസ് മോഡുലേഷൻ കൊണ്ട് ഭാസ്കരൻ മാഷിന്റെ മനസ്സ് പതറുന്നത് ഷമ്മി കാട്ടിത്തന്നു. എന്നാൽ ജയൻ നമ്പ്യാരുടെ ഫ്രെയിമുകൾ അധിക സമയവും പൃഥ്വിരാജ് അവതരിപ്പിച്ച ഡബിൾ മോഹനിലാണ് ചുറ്റിത്തിരിയുന്നത്. മുൻപ് നമ്മൾ കണ്ട പല പൃഥ്വിരാജ് കഥാപാത്രങ്ങളുടെയും ഛായ ഡബിൾ മോഹനിൽ കാണാം. മുണ്ടുടുത്ത് മുഖത്തൽപ്പം കറുപ്പടിച്ചു എന്ന് മാത്രം. ഇത് ഭാസ്കരൻ ഡബിൾ കൊമ്പുകോർക്കലിന്റെ രസം കെടുത്തിക്കളയുന്നു. ഡബിൾ മോഹനൻ എന്ന ചിന്ന വീരപ്പന് ഹീറോ പരിവേഷം നൽകാനുള്ള സിനിമാറ്റിക് ടെക്നിക്കുകളെല്ലാം സംവിധായകൻ പ്രയോഗിക്കുന്നുണ്ട്. ഇത് കഥാപാത്രത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് വിലങ്ങുതടിയാകുന്നു. ഈ സിനിമയുടെ കഥ കേവലം മോഹനൻ ഭാസ്കരൻ ഈഗോ ക്ലാഷ് മാത്രമല്ല, ഭാസ്കരൻ ചൈതന്യം എന്നീ രണ്ട് കഥാപാത്രങ്ങൾ പേരുദോഷം മാറ്റിയെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കൂടിയാണ്. പേരിനൊപ്പം നാട്ടുകാർ കൂട്ടിച്ചേർത്ത നാറ്റം മായ്ക്കാനാണ് ഭാസ്കരൻ മാഷിന്റെ ശ്രമം. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേണമെന്ന് അയാൾക്ക് നിർബന്ധമില്ല. എന്നാൽ ചൈതന്യത്തിന് അങ്ങനെയല്ല. അവൾക്ക് ഈ ജീവിതത്തിൽ തന്നെ തന്റെ പേരുദോഷം മാറ്റി എഴുതണം. ഈ രണ്ട് കഥാപാത്രങ്ങളും ചന്ദനം പോലെയാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന മരത്തിന്റെ പോഷകങ്ങൾ ഊറ്റിയാണ് തന്നിലേക്ക് മണവും പെരുമയും അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഭാസ്കരൻ മാഷ് അക്ഷരാർത്ഥത്തിൽ അതിന് തുനിയുമ്പോൾ ചൈതന്യം മോഹനിലൂടെയാണ് ചോലക്കലെ ചെമ്പകത്തിന്റെ മകൾ എന്ന പേര് മാറ്റാൻ നോക്കുന്നത്. ഈ പരിശ്രമങ്ങളുടെ കഥ കൂടിയാണ് വിലായത് ബുദ്ധ എന്ന നോവൽ. എന്നാൽ തിരക്കഥയിൽ ഭാസ്കരൻ വെട്ടിത്തിളങ്ങി, ചൈതന്യം മങ്ങിപ്പോയി. ചൈതന്യത്തിനായി മാത്രം ഒരുമ്പിട്ടിറങ്ങിയാൽ നായകന്റെ നായകത്വം കുറഞ്ഞു പോകുമോ എന്ന് വിചാരിച്ചിട്ടോ എന്തോ ഒരു ജനനായക പരിവേഷവും മോഹനന് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ഫലമോ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രം ആകേണ്ടിയിരുന്നിടത്ത് നിന്ന് ചൈതന്യം അവസാനത്തോട് അടുക്കും വരെ മോഹനന്റെ നിഴൽ മാത്രമായി. ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രിയംവദ പൃഥ്വിരാജിന്റെ മാസ് കഥാപാത്രങ്ങളുടെ അനുകരണവും ആഖ്യാനത്തെ ബലി കൊടുത്താണ് വിലായത് ബുദ്ധയെ ഒരു വലിയ സിനിമയാക്കാൻ ശ്രമിക്കുന്നത്. മാസും ആക്ഷനും ഒരു കാര്യവുമില്ലാത്തടത്തും കടന്നു വരുന്നു. ക്ലൈമാക്സിനോട് അടുത്ത് എന്തിനെന്ന് പോലും അറിയാതെ പാവം നായകൻ പൊട്ടിപ്പാറിച്ച് അടികൂടുന്നു. ടൈറ്റിൽ സോങ്ങിന് അപ്പുറത്തേക്ക് ജെയ്ക്സ് ബിജോയുടെ പാട്ടുകൾ അത്ര കണ്ട് ഫലപ്രദമായില്ല. എന്നാൽ നല്ല ഒച്ചപ്പാടുണ്ടാക്കി BGMിലൂടെ തന്റെ സാന്നിധ്യം സിനിമയിൽ ഉടനീളം ജെയ്ക്സ് അറിയിച്ചുകൊണ്ടിരുന്നു. അരവിന്ദ് കശ്യപിന്റെ ഫ്രെയിമുകൾക്ക് ഒരു യൂണിഫോമിറ്റി അനുഭവപ്പെട്ടില്ല. ആകെ മൊത്തത്തിൽ വിലായത് ബുദ്ധ ഒരു ഷമ്മി തിലകൻ ഷോ ആണ്. ഷമ്മിയാണ് ഈ സിനിമയിലെ A ക്ലാസ് ചന്ദനം. ചന്ദനം ചാരിയതിനാൽ മാത്രം സിനിമയിലും ചന്ദനം മണക്കുന്നു.